ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ 27ാം ജന്മദിനം ആഘോഷിച്ചത് കഴിഞ്ഞ ദിവസമാണ്. തങ്ങളുടെ ആദ്യത്തെ ലോഗോ ഒരു ഡൂഡിലായി അവതരിപ്പിച്ചാണ് ഗൂഗിൾ ഈ സന്തോഷം അവിസ്മരണീയമാക്കിയത്. യുഎസിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ഒരു കൊച്ചു ഡോർമെട്രിയിലാണ് ഗൂഗിൾ ജനിച്ചത്. പഠനം, ജോലി, ഷോപ്പിംഗ്, യാത്ര, വിനോദം തുടങ്ങി ലോക ജനതയുടെ നിത്യജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ടെക്നോളജി കമ്പനിയായി ഇന്ന് ഗൂഗിൾ വളർന്നു. 27ാം ജന്മദിനം ആഘോഷിക്കുന്ന ഗൂഗിളിന് എങ്ങനെ ഈ പേര് കിട്ടി എന്ന് നോക്കാം. 1995 സ്റ്റാൻഫോർഡിൽ പഠിക്കാൻ വന്ന ലോറി പേജുമായി അവിടുത്തെ വിദ്യാർത്ഥിയായ സെർജി ബ്രിൻ നടത്തിയ കൂടിക്കാഴ്ചയോടെയാണ്. അഭിപ്രായ ഭിന്നതകൾ നിറഞ്ഞതായിരുന്നു അവരുടെ കൂടിക്കാഴ്ച. എങ്കിലും തൊട്ടടുത്ത വർഷത്തോടെ പുതിയ തരം സെർച്ച് എഞ്ചിൻ നിർമ്മിക്കാനുള്ള ദൗത്യത്തിൽ അവരൊരുമിച്ചു. സ്വന്തം ഡോർമിറ്ററി തന്നെയായിരുന്നു അവരുടെ പരീക്ഷണ കേന്ദ്രം. തുടർന്ന് വെബ് പേജുകൾ റാങ്ക് ചെയ്യാൻ ലിങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം അവർ രൂപകൽപ്പന ചെയ്തു. ബാക്ക്റബ് എന്നായിരുന്നു ഈ പ്രോജക്റ്റിന് നൽകിയ പേര്. ഇന്റർനെറ്റിലെ ബാക്ക് ലിങ്കുകൾ എങ്ങനെ വിശകലനം ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന വിചിത്രമായ പേരായിരുന്നു ബാക്ക്റബ്. ഒരു ബ്രാൻഡിന്റെ പേരെന്ന നിലയ്ക്ക് ബാക്ക്റബ് വിജയിക്കില്ലെന്ന് വൈകാതെ ഇരുവരും മനസ്സിലാക്കി. തങ്ങളുടെ ദൗത്യം വ്യക്തമാക്കുന്ന ലോകത്തെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുകയും എല്ലാവർക്കും ഉപയോഗിക്കാനും കഴിയുന്ന ഒരു പേര് വേണം. അങ്ങനെയാണ് അവർ ഗൂഗിൾ എന്ന ഗണിതശാസ്ത്ര പദം കണ്ടെത്തിയത്. 1 എന്ന സംഖ്യയ്ക്ക് ശേഷം 100 പൂജ്യങ്ങൾ വരുന്ന ഗണിത പദമാണത്. അനന്തമായ വിവരങ്ങൾ ഓൺലൈനിൽ കൈകാര്യം ചെയ്യാനുള്ള ആഗ്രഹത്തെ കൃത്യമായി പ്രതിഫലിക്കുന്നതായി ആ പേര് മാറി.